എന്താ സ്വാദല്ലേ, ചോറ് തീരുന്ന വഴി അറിയത്തില്ല. അപ്പോൾ അതുണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മീൻകറിയും കൂടെ ആണെങ്കിലും പിന്നെ പറയാൻ വേണ്ട. അപ്പൊ അങ്ങനെ ഒരു മീൻകറിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോവൻ ഫിഷ് കറി. നോക്കാം എങ്ങനെ ചെയ്യാം. ഫിഷ് കറിക്ക് ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു ഗ്രേവി പ്രിപ്പയർ ചെയ്ത് നമ്മൾ അതിനകത്ത് മീൻസ് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 ടീസ്പൂൺ ജീരകം, സാദാ ജീരകമാണ്, 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി, ഒരു 3 വറ്റൽ മുളകും കൂടി ഒന്ന് ചൂടാക്കാം. നല്ല ഒരു മണം വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. മല്ലിയുടെ, മുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന കൂട്ടത്തിൽ മല്ലിപ്പൊടി ചേർത്താലും ഓക്കെയാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിപ്പോൾ ചേർക്കണമെന്നില്ല, ഗ്രേവി ആക്കുമ്പം ചേർത്താലും ഓക്കെയാണ്. ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് അരയ്ക്കാം. ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്, ഇത് വാളംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ കോട്ടയം മീൻകറിക്കകത്ത് മാത്രമേ കുടംപുളി യൂസ് ചെയ്യാറുള്ളൂ. ഇത് വാളംപുളിയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇത് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് നമുക്ക് സോട്ട് ചെയ്യാം. ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്. ഈ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്യുമ്പം കൂടുതൽ വറ്റൽമുളക് ചേർക്കാം. കാശ്മീരി ചില്ലി ചേർക്കണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. അതും വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടെ ചേർത്ത് ബാക്കി ഗ്രേവിയും കൂടെ, വെള്ളം നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ്. ഞാൻ അല്പം കൂടി വെള്ളം ചേർക്കുകയാണ്. ഇതിനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളുടെ മീൻ ചേർക്കാം. നമ്മളുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ലപോലെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറ്റി വരണം. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വെള്ളം പറ്റാൻ വേണ്ടി തുറന്ന് വെച്ച് അല്പം നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗോവൻ ഫിഷ് കറി നല്ലപോലെ തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. ഫിഷ് കറി റെഡിയാണ്. നമുക്ക് അല്പം കറി എടുത്ത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ല മണമാണ് കേട്ടോ. ആ മല്ലിയുടെ, മുളകിൻ്റെ, ആ പുളിയുടെ വലിയ കപ്പലോട്. നമുക്കിതിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. തിളച്ച പടിയാണ്, ചൂടുണ്ട്. നമ്മളുടെ സ്ഥിരം മീൻകറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. തേങ്ങയൊക്കെ അരച്ച് മല്ലിയും മുളകും നല്ലതാണ്.
അടിപൊളിയാണ്. വെള്ളച്ചോറിൻ്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട, ചാറും കൂട്ടി മാത്രം കഴിച്ചാലും വയറ് നിറയാൻ മാത്രം ചോറും. ഇതുപോലെ അടിപൊളിയാണ്. തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത്രയും പോലും മെനക്കെടാൻ കഴിയില്ലെങ്കിൽ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്ത് അടിക്കുക, തിളപ്പിക്കുക, മീനിടുക, വേവിക്കുക, സെർവ് ചെയ്യുക. സംഭവം തീർന്നു. അപ്പോൾ തയ്യാറാക്കി നോക്കണം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.